ബ്ലോക്കുകളില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ എത്ര ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണെങ്കിലും, പ്രത്യേകിച്ച് അഡ്വാൻസ് ലെവലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും, സംസാരിക്കുന്ന സമയത്ത് ബ്ലോക്കുകൾ വരിക എന്നുള്ളത് സാധാരണയാണല്ലേ. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു വാക്കുകൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഓരോ വിഷയത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് തിങ്കിങ് പോസ് എന്ന് പറയാൻ പറ്റും. അതുപോലെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ സെൻറ്റൻസിൻ്റെ ഇടയിൽ, സംസാരത്തിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഒന്ന് പോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടത്? ആ ഗ്യാപ്പ് നമ്മളൊന്നും സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഓഡിയൻസിന് അത് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് hesitation noises and hesitation fillers that will help you to speak English very fluently without having hesitations. Okay? അപ്പോൾ ഹെസിറ്റേഷൻസ് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 2 പ്രധാനപ്പെട്ട ടെക്നിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഒന്ന് ഹെസിറ്റേഷൻ നോയ്സസ്, അതായത് ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹെസിറ്റേഷൻസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ ദ സെക്കൻഡ് വൺ ഈസ് ഹെസിറ്റേഷൻ ഫില്ലേഴ്സ്, അതായത് ചില വേർഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷിൽ ഹെസിറ്റേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ്ലി വി ആർ മൂവിങ് ടു ലേൺ ഹെസിറ്റേഷൻ നോയ്സസ് ആൻഡ് ഐ വിൽ ഗിവ് യു വെരി കോമൺലി യൂസ്ഡ് 3 ഹെസിറ്റേഷൻ നോയ്സസ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 3 ഹെസിറ്റേഷൻ നോയ്സസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ആഫ്റ്റർ ലേണിംഗ് ദീസ് 3 ഹെസിറ്റേഷൻ നോയ്സസ് try to implement and use while you speak in English. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെസിറ്റേഷൻ നോയ്സസ് ഒക്കെ നമ്മുടെ സംസാരത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബ്യൂട്ടിയെ നശിപ്പിക്കും കേട്ടോ. അപ്പോൾ വളരെ അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ബ്ലോക്ക് ഫില്ലേഴ്സ് അല്ലെങ്കിൽ ഹെസിറ്റേഷൻ നോയ്സസും ഹെസിറ്റേഷൻ ഫില്ലേഴ്സും യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹെസിറ്റേഷൻ നോയ്സസ്. സോ പ്രധാനമായിട്ടും നമുക്ക് 3 ഹെസിറ്റേഷൻ നോയ്സസ് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ എന്നുള്ളതും ഡി എന്നുള്ളതും ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ വരുന്ന ശബ്ദം ഉണ്ടല്ലോ, എന്ന് പറയുന്ന ശബ്ദം, അതാണ് ഒന്നാമത്തെ ഹെസിറ്റേഷൻ നോയ്സസ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്റ്റർഡേ ഐ പർച്ചേസ്ഡ് കേട്ടോ, ഐ പർച്ചേസ്ഡ് എന്ന് പറയുന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ആ വാങ്ങിയ സാധനത്തിൻ്റെ പേര് ആലോചിക്കാനല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ശബ്ദം ഉണ്ടാക്കിയത് yesterday I purchased a computer. ഓക്കെ, അപ്പോൾ ഏതാണ് ഒന്നാമത്തെ ഹെസിറ്റേഷൻ നോയ്സസ്? ഏത്? ബേർഡിലെ എന്ന് പറയുന്ന ശബ്ദം. രണ്ടാമത്തത് പ്രോബ്ലം. പ്രോബ്ലത്തിൻ്റെ അവസാനം എന്താണ്? എം കേട്ടോ, എം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ചില സമയത്തൊക്കെ ബ്ലോക്കുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ടുമോറോ at 7 o'clock I want to do one walk. കേട്ടോ, എം. അതാണ് രണ്ടാമത്തെ ഹെസിറ്റേഷൻ നോയ്സ്. ഇതിലെ പ്രോബ്ലം എന്നതിലെ അവസാനത്തെ ശബ്ദം എം. സോ ദ തേർഡ് ഹെസിറ്റേഷൻ നോയ്സ് ഈസ് ടൂറിസം. ടൂറിസത്തിൻ്റെ അവസാനം എന്താണ്? ഓക്കെ, ഈ വേർഡ് നമുക്ക്, ഈ ഒരു സൗണ്ട് നമുക്ക് ഹെസിറ്റേഷൻ നോയ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് എഡ്യൂക്കേഷൻ. Education is the process of converting a barbarian into a culturized person. കേട്ടോ, നമ്മൾ ആലോചിക്കുന്ന മുന്നായിട്ട് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ ബാർബേറിയൻ ഇൻ ടു ആൻ കൾച്ചറൈസ്ഡ് പേഴ്സൺ. അപ്പോൾ അതാണ് 3 പ്രധാനപ്പെട്ട ഹെസിറ്റേഷൻ നോയ്സസ്. ഒന്നേതാണ്? ബേർഡിലെ എന്നുള്ളത്, രണ്ടാമത്തത് പ്രോബ്ലത്തിലെ എം എന്നുള്ളത്, ആൻഡ് ദ തേർഡ് വൺ ഈസ് വോയിസ് ഇൻ ടൂറിസം. ഓക്കെ, അപ്പോൾ ഈ 3 ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധി വരെ നമ്മുടെ ബ്ലോക്കുകളൊക്കെ നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടും സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ നൗ ഐ ആം മൂവിങ് ടു ഗിവ് യു സം ടിപ്സ് യൂസിങ് സം വേർഡ്സ്. ഇതൊക്കെ ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. ഇനി നമുക്ക് ചില വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഹെസിറ്റേഷൻസിനെ അല്ലെങ്കിൽ ഈ ഗ്യാപ്പുകളെ നമുക്ക് ഫില്ല് ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഹെസിറ്റേഷൻ ഫില്ലറാണ് ഏത്? യുനോ അല്ലേ? സംസാരിക്കുന്ന ഇടയിലൊക്കെ നമ്മൾ യുനോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ വെൽ, ഐ മീൻ, ഐ തിങ്ക്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇതൊക്കെ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന എന്താണ്? ഹെസിറ്റേഷൻ ഫില്ലേഴ്സ് ആണ്. സോ try to use all these hesitation fillers and noises while you speak English. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി എന്ത് ചെയ്യും, ഇത് നശിപ്പിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലുവൻസിയെ ഇത് നശിപ്പിക്കും. അപ്പോൾ നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള ഹെസിറ്റേഷൻ നോയ്സസും ഫില്ലേഴ്സും യൂസ് ചെയ്ത് യു ക്യാൻ ബ്യൂട്ടിഫൈ ആൻഡ് എൻറിച്ച് യുവർ ലാംഗ്വേജ്. ഓക്കെ, സോ ദിസ് ഇസ് മസ്തൂഖ് നിസാമി ഫ്രം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. See you again. Speak Easy English Academy, the #1 English training center in India.